നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. മലയാളം എന്ന് പറയാവുന്ന ഒരു ചെറിയ കൊച്ചു സംസ്ഥാനത്ത് നിന്ന് ഇന്ത്യൻ സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആദ്യത്തെ സിനിമ ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും രാമു കാര്യേട്ടൻ്റെ ചെമ്മീനാണെന്ന്. അതിനു മുമ്പ് രാമു കാര്യേട്ടൻ പി ഭാസ്കരൻ മാഷും കൂടി ചെയ്ത നീലക്കുയിൽ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ വാങ്ങിയിട്ടുണ്ടെങ്കിലും രാമു കാര്യേട്ടൻ്റെ ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയ ഓളം റഷ്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിലെ ഒരു പ്രാദേശിക ഭാഷയിൽ ഇങ്ങനെ സിനിമകൾ, മനോഹരമായ സിനിമകൾ ഉണ്ടാകുന്നുവെന്ന് ആദ്യം അറിയിച്ചതും രാമു കാര്യേട്ടാണ്. റഷ്യയിലൊക്കെ വലിയ സ്വീകാര്യനായിരുന്നു രാമു കാര്യേട്ട്. രാമു കാര്യേട്ടിനെ കുറിച്ചുള്ള രസകരമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. രാമു കാര്യേട്ട് പറയുന്നത് നല്ല സിനിമ അത് വ്യക്തിഗതമാണ്. ഒരാൾ പറയുന്നത് അയാളുടെ മാത്രം അഭിപ്രായമായിരിക്കും, സമൂഹത്തിന് അത് ശരിയാവണമെന്നില്ല. ദ്വീപ് അദ്ദേഹം സംവിധാനം ചെയ്തൊരു സിനിമയാണ് ദ്വീപ്. നമ്മുടെ പിന്നീട് റൊമാൻറ്റിക് നായകനായി മാറിയ ജോസ് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ്. ദ്വീപ് സാമ്പത്തികമായി പരാജയമായിരുന്നു. അത് പടം മോശമായിട്ടല്ല, വിമർശകർക്കും എനിക്കും ആ അഭിപ്രായമില്ല, അത് ദ്വീപ് മോശമാണെന്നുള്ള അഭിപ്രായമില്ല. വളരെ നല്ല മുഹൂർത്തങ്ങളുള്ള ചിത്രമാണ് എൻ്റെ ദ്വീപ്. അത്തരം മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ എളുപ്പമല്ല. പിന്നെന്തുകൊണ്ട് പരാജയപ്പെട്ടു ദ്വീപ് എന്ന് ചോദിച്ചാൽ അതിന് കാരണമുണ്ട്. ദ്വീപിൽ പ്രേമകഥയില്ല, ആൾക്കാർക്ക് കൈകൊട്ടാവുന്ന രംഗങ്ങളില്ല, കോമാളിത്തരങ്ങൾ ഇല്ലേയില്ല. എല്ലാം പുതിയ അഭിനേതാക്കളാണ്. സാധാരണ ചിത്രങ്ങളിൽ കൊടുക്കാറുള്ള വാചക കസർത്തുകളുടെ ഓവർ ഡോസുകൾ ഒന്നുമില്ലായിരുന്നു ദ്വീപിൽ. അങ്ങനെ സാധാരണ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒന്നും ദ്വീപിലില്ല. വൈകാരിക സംഘടനകളുമില്ല. ബോക്സ് ഓഫീസ് ഫോർമുലകളെ നിഷേധിച്ചുകൊണ്ടുള്ള എൻ്റെ ചിത്രമായിരുന്നു ദ്വീപ്. ഒരു ചിത്രത്തിൽ ആധികാരികമായ കഥയുണ്ടാവണമെന്ന സങ്കല്പം എനിക്കില്ല. അത് ദ്വീപിലും കാണാനാവില്ല. കാലത്തിന് വളരെയേറെ മുന്നോടിയായിപ്പോയി ദ്വീപ്. ഒരു 10 വർഷം കഴിഞ്ഞെടുക്കേണ്ട പടമായിരുന്നു ദ്വീപ്. മോസ്കോ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ രാമു കാര്യേട്ടൻ്റെ സിനിമകൾക്ക് നല്ല മാർക്കറ്റുണ്ട്. ദ്വീപ് അവിടെ വിറ്റ് നഷ്ടം നികത്താനാകുമെന്ന വിശ്വാസക്കാരനായിരുന്നു കാര്യേട്ട്. 1952 തിരമാല എന്ന സിനിമയുടെ സംവിധാന സഹായിയായി സിനിമയിൽ തുടക്കം കുറിച്ച ആളാണ്. 73 വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത്. സംവിധാന സഹായിയായ കാര്യേട്ടിൻ്റെ ആദ്യ ചിത്രവും അവസാന ചിത്രവും തിരമാലയായിരുന്നു. പിന്നാലെ നീലക്കുയിൽ പി ഭാസ്കരനുമായി ചേർന്ന് ചെയ്തു. മലയാള സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിത്തന്ന ആദ്യത്തെ ചലച്ചിത്രമാണ് നീലക്കുയിൽ. മറ്റൊരാളോടൊപ്പം ചേർന്ന് കാര്യേട്ട് സംവിധാനം ചെയ്ത ആദ്യത്തെയും അവസാനത്തെയും ചിത്രമായിരുന്നു നീലക്കുയിൽ. അപ്പോൾ സംവിധാന സഹായിയും ഒരൊറ്റ സിനിമയിലേ വർക്ക് ചെയ്തിട്ടുള്ളൂ. 2 പേർ ചേർന്ന് സംവിധാനം ചെയ്തതും ഒരൊറ്റ സിനിമയിലെ കാര്യേട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാ അർത്ഥത്തിലും തലക്കനമുള്ള ആദ്യ സംവിധായകനായിരുന്നു രാമു കാര്യേട്ട്. ദേശീയ അംഗീകാരം നേടാനും അന്തർദേശീയ ചലച്ചിത്ര പ്രദർശനങ്ങളിൽ ജൂറിയാകാനും വിദേശങ്ങളിലെ ഫിലിം ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കാനും അവസരം ലഭിച്ച ആദ്യ മലയാള സിനിമ സംവിധായകനായിരുന്നു രാമു കാര്യേട്ട്. നമ്മൾ അദ്ദേഹത്തെ ശരിക്കും മലയാളി പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. നമുക്ക് ലോകമറിയുന്ന സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ മുതലേ തുടങ്ങുന്നുള്ളൂ. പക്ഷേ രാമു കാര്യേട്ട് എന്ന് പറഞ്ഞ സംവിധായകനാണ് മലയാള സിനിമയിൽ നിന്ന് ലോകത്ത് അറിയപ്പെട്ട ആദ്യത്തെ സംവിധായകൻ എന്നുള്ളത് ഇവിടുത്തെ സിനിമാ പണ്ഡിതന്മാരും പറയാറില്ല, സിനിമാക്കാരും പറയാറില്ല. 10 സിനിമകളാണ് രാമു കാര്യേട്ട് സംവിധാനം ചെയ്തത്. ഓരോന്നും ഓരോ രീതിയിൽ ശ്രദ്ധേയമാണ്. ഇപ്പോൾ എൻ്റെ ഗുരുനാഥനായ ജേസു സാർ അഭിനയിച്ച 7 രാത്രികൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ഭിക്ഷയെടുത്തൊക്കെ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ വൈകുന്നേരം ആവുമ്പോൾ ഒരിടത്ത് വന്ന് സന്ധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കഥയായിരുന്നു. ഒരിക്കലും വേറൊരു സംവിധായകന് 7 രാത്രികൾ പോലുള്ള ഒരു സിനിമ ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. മലയാളത്തിലെ തലക്കനമുള്ള സാഹിത്യകാരന്മാരെ കൊണ്ട് കഥ എഴുതിച്ച് സിനിമയാക്കിയ ആദ്യ സംവിധായകനും രാമു കാര്യേട്ടായിരുന്നു. ആരൊക്കെ എഴുതിയത്? ഉറുബ്, തകഴി, തോപ്പിൽ ഫാസി,
എസ് കെ പൊറ്റക്കാട്, കെ സുരേന്ദ്രൻ തുടങ്ങി പ്രശസ്തരായ എഴുത്തുകാരെ കൊണ്ടാണ്, അവരുടെ വിഷയങ്ങളാണ്, അവരെഴുതിയ സൃഷ്ടികൾ വെച്ചാണ് രാമു കാര്യാട്ട് സിനിമകൾ ചെയ്തിട്ടുള്ളത്. ലോകത്ത് ഇത്രയും എഴുത്തുകാരുടെ സിനിമ എത്തിച്ച മറ്റൊരു സംവിധായകനുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. മറ്റൊരു കാര്യം, 2-3 വർഷത്തിൽ ഒരിക്കലാണ് ഒരു ചിത്രം. ആ ചിന്താഗതിക്കാരനായിരുന്നു രാമു കാര്യാട്ട്. അല്ലാതെ വർഷത്തിലൊരു 4 സിനിമ ചെയ്യണമെന്ന് ചിന്തിച്ച ആളെയല്ല. 2-3 വർഷം കൂടുമ്പോൾ ഒരു സിനിമ. ആ സിനിമ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ നോട്ടബിൾ ആയിരിക്കണമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വാശിയുള്ള ആളായിരുന്നു. മലയാളം പോലുള്ള ചെറിയ ഭാഷയിൽ ഇത്രയും സിനിമകൾ ഉണ്ടാകണമോ എന്ന കാര്യത്തിൽ എതിരായിരുന്നു രാമു കാര്യാട്ട്. ഒരു വർഷം 82, 126 ഒക്കെ സിനിമ ഈ കൊച്ചു ദേശത്തിന് ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു. സാങ്കേതിക വിദഗ്ധർക്ക് എണ്ണക്കൂടുതൽ നേട്ടമാണ്, മാർവാടികൾക്കും നേട്ടമാണ്. കാരണം അവരെ കൂടുതൽ കനപ്പിക്കാം. ആർക്കും പത്രം നടത്താം എന്ന് പറയും പോലെയാണ് ആർക്കും സിനിമ നിർമ്മിക്കാം എന്ന അവസ്ഥ. ഉടനെ ഇനി മലയാള സിനിമ ഉണ്ടാവില്ല, ഹിന്ദിയിലും തമിഴിലും സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കരിമ്പ് എന്നൊരു തമിഴ് സിനിമ എടുക്കാൻ രാമു കാര്യാട്ട് പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത് വരുമ്പോഴാണ് കാര്യാട്ടിൻ്റെ ഒരു മകൻ 13ാമത്തെ വയസ്സിൽ ക്യാൻസർ മൂലം മരിച്ചത്. 1.5 വർഷത്തോളം കാലം ആ മാനസികാവസ്ഥയിൽ അദ്ദേഹം സിനിമ എടുത്തതേയില്ല. അങ്ങനെ എന്താ പറയുക, കരിമ്പിൻ്റെ പ്രൊഡ്യൂസർ വഴിക്ക് പോയി. അടിസ്ഥാനപരമായി മദ്യത്തിന് വിരോധിയായിരുന്നു കാര്യാട്ട്. മദ്യത്തിന് അടിമയായിരുന്നില്ല ഒരിക്കലും കാര്യാട്ട്. ഏതവസരത്തിലും അദ്ദേഹത്തിന് നിർത്താൻ കഴിയുമായിരുന്നു. ഒന്നുകിൽ തൊടാതിരിക്കുക, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ അത് കൂടുതലായെന്ന് വരാം. സൃഷ്ടി നടത്തുമ്പോൾ രാമു കാര്യാട്ട് പറയാറുള്ളത് ഞാൻ കുടിക്കാറില്ല എന്നാണ്. ജോലി കഴിഞ്ഞ് കുടിച്ചേക്കും. ഒരു ജോലിയും കുടിച്ചുകൊണ്ട് ചെയ്താൽ ശരിയാവില്ല. കാര്യാട്ടിന് തടിയും നീളവും ഉള്ളതിനാൽ കുടിച്ചില്ലെങ്കിലും കുടിച്ചെന്ന് ആളുകൾ പറയും. നല്ല ആചാനുബാഹുവായ ആളായിരുന്നല്ലോ. അവരെ തിരുത്തേണ്ട. കാര്യാട്ടിൻ്റെ ഭാര്യയുടെ പേര് സതി. മൂത്ത മകളുടെ പേര്, ആദ്യത്തെ കുട്ടി കടിഞ്ഞൂൽ സന്താനത്തിൻ്റെ പേര് സുമ. നമ്മുടെ നടൻ ദേവൻ്റെ ഭാര്യയായിരുന്നു. 2ാമത്തെ മകനാണ് ക്യാൻസർ ബാധിതനായി മരിച്ചത്. 3ാമൻ സുധീർ കാര്യാട്ട്. സുമ അടുത്തിടെ മരിച്ചു. സുധീർ പരസ്യരംഗത്തെ ഒരു വമ്പനായി മദ്രാശിയിൽ ഇപ്പം ജീവിക്കുന്നു. 1979 ഫെബ്രുവരി 10-ാം തീയതിയാണ് ഹൃദയസ്തംഭനം മൂലം രാമു കാര്യാട്ട് നിര്യാതനായത്. മലയാള നാട് സിനിമ ദ്വൈവാരികയുടെ പത്രാധിപർ VS നായർ മലയാള സിനിമയിലെ ചൈതന്യങ്ങൾ എന്നൊരു പുസ്തകം 1980 പുറത്തിറക്കി. വിദ്യാർത്ഥി മിത്രം ബുക്ക് ഡിപ്പോയാണ് ആ പുസ്തകം പുറത്തിറക്കിയത്. ഈ പുസ്തകത്തിൽ എന്താ പറയുക, 230 പേജുകളിലായി പ്രേം നസീർ മുതൽ നമ്മുടെ ആത്മഹത്യ ചെയ്തൊന്നും തൂങ്ങി മരിച്ചു എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ കൊന്നു കെട്ടിത്തൂക്കി എന്നൊക്കെ പറയുന്ന ശോഭ വരെ 26 പേരുമായി നടത്തിയ അഭിമുഖമാണ് ഈ പറഞ്ഞ പുസ്തകത്തിലുള്ളത്. ഈ പുസ്തകം പ്രിൻ്റ് ചെയ്ത് പുറത്തു വരും മുമ്പ് രാമു കാര്യാട്ട് തൃശ്ശൂരിലെ ഒരു നേഴ്സിംഗ് ഹോമിൽ വെച്ച് മരണപ്പെട്ടു. എനിക്ക് മാനസികമായി വളരെ അടുപ്പമുള്ള ആളായിരുന്നല്ലോ മധുവയ്പ്പന പറയാറുള്ളത്, മലയാള സിനിമയുമായി ബന്ധപ്പെട്ട മിക്ക വ്യക്തികളെയും നേരിട്ട് പരിചയമുള്ള എനിക്ക് രാമു കാര്യാട്ടിൻ്റെ മുമ്പിൽ മാത്രമേ അപകർഷതാബോധം തോന്നിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമല്ല, മനസ്സും വളരെ വലുതായിരുന്നു. ആ വ്യക്തിയിലെ മനുഷ്യത്വം കണക്കിലെടുത്ത് അദ്ദേഹത്തെ ഞാൻ മഹാൻ എന്ന് വിളിക്കും എന്നാണ് രാമു കാര്യാട്ടിനെക്കുറിച്ച് വേറെ ഒരാളെക്കുറിച്ചും മധുവയ്പ്പൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപാരമായ ആത്മവിശ്വാസം, തൻ്റെ ചിറകിനടിയിൽ ധാരാളം യുവപ്രതിഭകളെ അഭയം നൽകി വളർത്തി ഒരു ഗോത്രത്തലവൻ്റെ ആജ്ഞാശക്തിയോടെ കാര്യാട്ട് തൻ്റെ ചിറകിനടിയിൽ കൂടിയവർക്കൊക്കെ പ്രോത്സാഹിപ്പിച്ചും സംരക്ഷിച്ചും വളർത്തി വന്നു എന്നാണ് വൈപ്പന പറയുന്നത്. ജോസഫ് മുണ്ടശ്ശേരിയുടെ മകൻ തോമസ് തൃശ്ശൂരിൽ നടത്തിയിരുന്ന കറണ്ട് ബുക്സ് ഹൗസിൽ ചെന്നിരുന്ന് അവിടെ വരുന്ന സാഹിത്യകാരന്മാരുമായി സൗഹൃദം സ്ഥാപിച്ച രാമു കാര്യാട്ട് തൻ്റെ അവസാന ശിഷ്യനായ വിജയൻ കാരോട്ടിനെ വരെ കറണ്ടിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. കറണ്ട് ബുക്സിലെ മാനേജറായിരുന്ന വിജയൻ കാരോട്ടിനെയും ശിഷ്യനായി മദ്രാസിലേക്ക് കൊണ്ടുപോയി. KG ജോർജ്, AC സാബു, PA ബക്കർ, PA ലത്തീഫ് എന്നിങ്ങനെ ഒരു ബറ്റാലിയൻ ശിഷ്യന്മാർ രാമു കാര്യാട്ടിനൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. ശോഭന പരമേശ്വരൻ നായരോടൊപ്പമേ കാര്യാട്ടിനെ മദ്രാശിയിൽ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. 1973 ഏപ്രിൽ 29-ാം തീയതി, ഡേറ്റ് വരെ ഏതാ പറയുകയാണ്,
1973 ഏപ്രിൽ 29 നാനയുടെ മുതലാളി കൃഷ്ണസ്വാമി റെഡ്ഡിയാരും എഡിറ്റർ KVS ഇളതും മദ്രാസിലെത്തി. സ്വാഭാവികമായും മദ്രാസ് ലേഖകനായ മധു വിപ്പന കൂടെ ഉണ്ടാവുമല്ലോ. ഇവരെ കാണാനായി എഗ്മൂറിലെ ഗീത ഹോട്ടലിലേക്ക് രാമുവും പരമവും കടന്നു വന്നു. രാമു കാര്യാട്ടും ശോഭന പരമേശ്വരൻ നായരും. വർത്തമാനത്തിനിടയിൽ രാമു കാര്യാട്ടിനോട് റെഡ്ഡിയാർ ചോദിച്ചു, നിങ്ങളുടെ ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന നടികളോട് നിങ്ങൾ ഏത് വിധത്തിലാണ് പെരുമാറുന്നത്? അപ്പോൾ ഈ ചോദ്യം വേറെ ആരായാലും ഒരു കള്ളച്ചിരി ഇരിച്ചങ്ങ് ഒഴിഞ്ഞു മാറും. പക്ഷേ രാമു കാര്യാട്ടിന് അങ്ങനത്തെ മുഖം മൂടിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആരെയും വശമതരാക്കാറുണ്ട്, എന്നാൽ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കാറില്ല. ഞാൻ വശമതരാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഞാൻ ചാൻസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഒരു മറയുമില്ലാതെ രാമു കാര്യാട്ട് കൃഷ്ണസ്വാമി റെഡ്ഡിയാരോട് പറഞ്ഞത്. സങ്കോചമൊന്നുമില്ലാതെ വർത്തമാനം. കേരളത്തിന് വെളിയിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംവിധായകനാണ് അപ്പോൾ രാമു കാര്യാട്ട്. സത്യജിത് റേയ്ക്കും തപൻ സിൻഹയ്ക്കും മൃണാൾ സെന്നിനുമൊപ്പം പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ മലയാളത്തിൻ്റെ ആദ്യത്തെ അഭിമാനം. നാട്ടുകാർ ബഹുഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്ക് ജയിപ്പിച്ചു വിട്ട സഖാവായിരുന്നു രാമു കാര്യാട്ടെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നല്ല സിനിമ സാമ്പത്തികമായി വിജയിക്കില്ല എന്ന മാമൂൽ തകർത്ത സംവിധായകനാണ് രാമു കാര്യാട്ട്. ചെമ്മീൻ കളക്ട് ചെയ്തതുപോലെ ഒരു സ്റ്റണ്ട് പടമോ ഒരു ഫോർമുല പടമോ ഇവിടെ വിജയിച്ചിട്ടില്ല. നീലക്കുയിലും വലിയ വിജയം നേടിയ സിനിമയായിരുന്നു. സിനിമ ഒരു കലയാണ്. കല കൈകാര്യം ചെയ്യേണ്ടത് സ്വാഭാവികമായി കലാകാരന്മാരും ദാർശനിക വീക്ഷണമുള്ളവരും ശാസ്ത്രീയമായി വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരും ആകണം എന്നായിരുന്നു കാര്യാട്ടിൻ്റെ പക്ഷം. സ്ത്രീ ശരീരത്തിലെ സുന്ദരമായ ഭാഗങ്ങൾ കാണിക്കുന്നതിനോടോ സ്ത്രീ പുരുഷ ബന്ധത്തെ യഥാർത്ഥമായി വർണ്ണിക്കുന്നതിനോടോ എതിർപ്പില്ലാത്ത സംവിധായകനായിരുന്നു രാമു കാര്യാട്ട്. ഈ പറഞ്ഞതൊക്കെ ഒരു സിനിമയിൽ ഉണ്ടാകണമെന്നും പക്ഷേ അത് കലാപരമായിരിക്കണം എന്നും കൂടി കാര്യാട്ട് പറയുമായിരുന്നു. രസകരമായ ഒരു കാര്യം കൂടി കാര്യാട്ടിനെ കുറിച്ച് പറയാം. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് നിയമസഭാ സാമാജികനായി നാട്ടിയിൽ നിന്നും അദ്ദേഹം ജയിച്ചു. പക്ഷേ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു നില വന്നതിനാൽ നിയമസഭ പിരിച്ചുവിട്ടു. MLA ആയിട്ട് സത്യപ്രതിജ്ഞ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഔദ്യോഗികമായി MLA ആയില്ല. പിന്നെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം വന്നു. പക്ഷേ പാർട്ടി സീറ്റ് നൽകിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വതന്ത്രനായി മുകുന്ദപുരത്ത് നിന്ന് 1970 മത്സരിച്ചു. ഈ സമയത്ത് ചെറുതുരുത്തിയിൽ സിനിമാ ചിത്രീകരണത്തിനായി P. ഭാസ്കരൻ, പ്രേം നസീർ, ഷീല, മധു മുതലായവർ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കാര്യാട്ടിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിനെത്തി പ്രസംഗിച്ചു. 3 ലക്ഷത്തോളം പേരാണ് പ്രേം നസീറും മധുവും ഷീലയും P. ഭാസ്കരനുമൊക്കെ പ്രസംഗിക്കാൻ വരുന്നു എന്ന് കണ്ടപ്പോൾ ആ പ്രസംഗം കേൾക്കാനായിട്ട് 3 ലക്ഷത്തോളം പേർ പ്രസംഗം കേൾക്കാനായിട്ട് എത്തി. പക്ഷേ 6000-ഓളം വോട്ട് നേടി കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടാണ് ദയനീയമായി കാര്യാട്ട് തോറ്റത്. P. ഭാസ്കരൻ ചെയ്ത രാരിച്ചൻ എന്ന പൗരൻ എന്ന് പറഞ്ഞ സിനിമയിലെ രാരിച്ചനായിട്ട് ഒരു 14 വയസ്സുകാരനായ കുട്ടിയാണല്ലോ അഭിനയിച്ചത്. ആ കുട്ടിയുടെ പേര് ലത്തീഫ് എന്നായിരുന്നു. കൗമാരം കഴിയുകയും യൗവനം ആരംഭിച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ ലത്തീഫിന് പിന്നെ അവസരങ്ങൾ കിട്ടാതെ ആയതോടെ ആലപ്പുഴയിലെ ഒരു മ്യൂസിക് ട്രൂപ്പിൽ ലത്തീഫ് അംഗമായി. അക്കാലത്താണ് വിമോചന സമരത്തിൻ്റെ തുടക്കം. വിമോചന സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടകമുണ്ടായി. ഭഗവാൻ മക്രോണി എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. ഈ നാടകത്തിൽ ലത്തീഫും നടനായി. സമരം കഴിഞ്ഞപ്പോൾ നാടകം നിന്നു. അതോടെ ദുരിതത്തിലായ ലത്തീഫ് മദ്രാസിലേക്ക് നാടുവിട്ടു. മദ്രാസിലെത്തി ജീവിക്കാൻ വേണ്ടി വഴിപാണിഭക്കാരനായി ലത്തീഫ്. ഒരു വൈകുന്നേരം പാരീസ് കോർണറിലൂടെ നടക്കാനിറങ്ങിയ കാര്യാട്ട് വഴിവക്കിൽ ആക്രി കച്ചവടം നടത്തുന്ന രാരിച്ചൻ എന്ന പൗരനെ കണ്ടു. കാര്യാട്ടിന് വലിയ സങ്കടമായി. അപ്പോൾ തന്നെ ലത്തീഫിനെ വിളിച്ചുകൊണ്ട് പോയി ബാബു സെട്ടിൻ്റെ കൺമണി ഫിലിംസിൻ്റെ ഓഫീസിൽ സഹായിയാക്കി. അവിടെ മുതൽ കാര്യാട്ടിൻ്റെ മരണം വരെ ആ ബന്ധം നിലനിന്നു. കാര്യാട്ട് കൺമണി ഫിലിംസിൻ്റെ ഓഫീസിൽ നിന്നും NB അബുവിൻ്റെ ജമ്മു ഫിലിംസിലേക്ക് താമസം മാറ്റിയപ്പോൾ ലത്തീഫിനെയും അങ്ങോട്ട് കൊണ്ടുപോയി. ആ ലത്തീഫാണ് പിന്നീട് പ്രശസ്തനായ പ്രൊഡക്ഷൻ കൺട്രോളറും നിർമ്മാതാവും നടനും ഒക്കെയായി വളർന്ന PA ലത്തീഫ്.
പി വത്സലയുടെ നെല്ല് രാമു കാര്യാട്ട് സിനിമയാക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഒരു നാൾ മെലിഞ്ഞ് ക്ഷീണിച്ച ഒരു താടിക്കാരൻ യുവാവ് ലത്തീഫിനെ കണ്ടു. ഞാൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സംവിധാനം പഠിച്ച് ഇറങ്ങിയവനാണ്. ചാൻസ് ഒന്നും കിട്ടിയില്ല, നല്ല ബുദ്ധിമുട്ടാണ്, എന്നെ സഹായിക്കണം എന്ന് ആ താടിക്കാരൻ പയ്യൻ, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ പയ്യൻ, അല്ലെങ്കിൽ ഗോൾഡ് മെഡലോടെ പഠിച്ചിറങ്ങിയ പയ്യൻ ലത്തീഫിനോട് പറഞ്ഞു. പി എ ലത്തീഫ് ഈ ചെറുപ്പക്കാരനെ കാര്യാട്ടിൻ്റെ മുന്നിലെത്തിച്ചു. തൻ്റെ സഹായിയായി നിന്നോളാൻ അദ്ദേഹം അപ്പം തന്നെ പറഞ്ഞു. എന്ന് മാത്രമല്ല, നെല്ലിൻ്റെ ടൈറ്റിലിൽ സഹസംവിധാനം KG ജോർജ് എന്നെഴുതി കാണിച്ചു. ജയമാരുതി മലയാളത്തിലെ പ്രശസ്തമായ ബാനറാണല്ലോ. മലയാള സിനിമയിലെ വലിയ നിർമ്മാണ ബാനറായ ജയമാരുതി, ടി വാസുദേവൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ടി വാസുദേവൻ്റെ ആണ് ജയമാരുതി പിക്ചേഴ്സ് എന്ന്. മലയാള സിനിമയിലെ ഒന്നാം നിരക്കാരൻ. ആദ്യ JC ഡാനിയൽ ജേതാവായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ പോലും ഒരു എതിർപ്പും ഉണ്ടായില്ല. കാരണം ടി വാസുദേവൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അർഹതപ്പെട്ട ആളായിരുന്നു. സിനിമാ നിർമ്മാണം എങ്ങനെയെല്ലാം ചെലവ് ചുരുക്കാമോ അതൊക്കെ നടപ്പിൽ വരുത്തുന്ന മിടുക്കനായ നിർമ്മാതാവായിരുന്നു അദ്ദേഹം. വാസു സാർ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നയാൾ. ഇപ്പോൾ 10,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരാളാണെങ്കിൽ ജയമാരുതിയുടെ ഒരു പടത്തിൽ അഭിനയിക്കാൻ ചെന്നാൽ അപ്പോൾ വാസു സാർ പറയും, നിങ്ങൾക്ക് ഈ പടത്തിൽ, ഈ ബാനറിൽ, ഞങ്ങളുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ പടത്തിൽ വർക്ക് ചെയ്യാനുള്ള ശമ്പളം 5,000 രൂപയാണ് എന്ന് ഒറ്റയടിക്ക് പറഞ്ഞു കളയും. പക്ഷേ പ്രശ്നം എവിടെയെന്ന് ചോദിച്ചാൽ 10,000 പറഞ്ഞിട്ട് 2,000 തരുന്നവന്മാരുള്ള മലയാള സിനിമയിൽ 5,000 പറഞ്ഞാൽ 5,000 രൂപയും കൃത്യമായിട്ട് അദ്ദേഹം കൊടുക്കുമായിരുന്നു. ജയമാരുതിക്ക് വേണ്ടി പ്രശസ്ത നോവലിസ്റ്റ് K. സുരേന്ദ്രൻ്റെ മായ രാമു കാര്യാട്ട് സിനിമയാക്കി. മായയിൽ തിരുവനന്തപുരത്തുകാരൻ ഒരു വിജയൻ സംവിധാന സഹായിയായി ഉണ്ടായിരുന്നു. ഷൂട്ടിങ്ങിനിടയിൽ ഒരു ദിവസം രാമു കാര്യാട്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ തളർന്നിരിക്കുന്ന വിജയനെ കണ്ടു. എന്തു പറ്റിയെന്ന് തിരക്കി. ഭക്ഷണം കഴിച്ചിട്ട് 2 നാളായി എന്നായിരുന്നു ഉത്തരം. ഷൂട്ടിംഗ് തകൃതിയായിട്ട് നടക്കുന്നു, ഭക്ഷണം കിട്ടിയില്ല. കാര്യാട്ട്, അതായത് കാര്യാട്ടിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 6.25 അടി പൊക്കവും അതിനൊത്ത വണ്ണവും ഒക്കെയുള്ള മനുഷ്യല്ലേ. അദ്ദേഹം അലറിക്കൊണ്ട് പറഞ്ഞു, ഷൂട്ടിംഗ് പാക്കപ്പ് എന്ന്. തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ ശമ്പളവും ഭക്ഷണവും കിടക്കാൻ ഇടവും നൽകിയിട്ടേ ഇനി ഷൂട്ടിങ്ങുള്ളൂ എന്ന് ആജ്ഞാപിച്ചു. കാറ് കയറി കാര്യാട്ടങ്ങ് പോയി. കർക്കശക്കാരനായ ടി വാസുദേവൻ സാറിന് പ്രതികരിക്കാൻ പോലും ഇടം നൽകിയില്ല. ബുൾഗാൻ താടിയും വായിൽ കടിച്ചു പിടിച്ച പൈപ്പും ഹാഫ് ടൗസറും ഒക്കെയായി നിൽക്കുന്ന ആജാനബാഹുവായ കാര്യാട്ടിനെ മെരുക്കാനാവില്ല ആർക്കും. വാസു സാറിനെന്നല്ല, ആർക്കും മെരുക്കാനാവില്ല എന്നുള്ളതാണ് പ്രശ്നം. കാര്യാട്ടിൻ്റെ പ്രതിഷേധം ഫലിച്ചു. പറഞ്ഞ നിബന്ധനകളൊക്കെ പിറ്റേ ദിവസം മുതൽ നടപ്പിലാക്കി. ഈ വിജയൻ സിനിമ മതിയാക്കി തിരുവനന്തപുരത്ത് മടങ്ങി വന്നു. പലവ്യഞ്ജനക്കട, വഴുതക്കാട്ട് ഒരു പലവ്യഞ്ജനക്കട തുടങ്ങി ധനാഢ്യനായി എന്നാണ് മധുവയ്പ്പന പറയുന്നത്. പൂനെയിൽ നിന്നും പഠിച്ചിറങ്ങിയ ബാലു മഹേന്ദ്രയെ നെല്ലിലൂടെ ശ്രദ്ധേയനാക്കി, ക്യാമറാമാനാക്കി. കഥാകാരനും പത്രപ്രവർത്തകനുമായിരുന്ന നേരത്തെ പറഞ്ഞ വിജയൻ കാരോട്ടിനെ നെല്ലിലൂടെ സഹസംവിധായകനാക്കി. കാര്യാട്ടിൻ്റെ മുടിയനായ പുത്രനിലൂടെയാണ് ഭാസ്കരപിള്ള എന്ന് എല്ലാവരും അറിഞ്ഞിരുന്ന മനുഷ്യനെ സിനിമയിലെ സ്ക്രീനിലെത്തിക്കുന്നത് അടൂർഭാസി എന്നുള്ള പേരിൽ. ലളിത പത്മിനി രാഗിണിമാരുടെ കസിനും സുകുമാരിയുടെ ബന്ധുവും ആദ്യകാല നായികയായിരുന്ന കുമാരി തങ്കത്തിൻ്റെ ഭർത്താവുമായ സത്യപാൽ മരിച്ചു. സത്യപാലിനെ നിങ്ങൾക്കറിയാമായിരിക്കും. പഴയ വടക്കംപാട്ട് സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. അതിൽ ഫോറിനറായിട്ട് സായിപ്പായിട്ട് അഭിനയിക്കുന്നത് എല്ലാ പടങ്ങളിലും സത്യപാലാണ്. കണ്ടാൽ അങ്ങനെ ഒരു വലിയ ഉണ്ടക്കണക്കുള്ള ഒരു ലുക്കുള്ള ഒരു മനുഷ്യനാണ്. ആദ്യകാല സിനിമകളിൽ മുഴുവൻ അദ്ദേഹമായിരുന്നു സായിപ്പ്. സിനിമാക്കാർക്ക് വലിയ വലിയ തുകകൾ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് പലിശയ്ക്ക് കൊടുക്കുന്ന ആളും കൂടിയായിരുന്നു സത്യപാൽ. 1994 ഏപ്രിൽ 30 സത്യപാൽ മരിച്ചു. അന്ന് മധുവയ്പ്പന എന്താ പറയുക, നാനിയുടെ മദ്രാസ് ലേഖകനാണ്. അതുപോലെ തന്നെ സിനിമാ മാസികയുടെ മദ്രാസ് ലേഖകനായിരുന്നു ഒരു നടരാജൻ. ഇവരെപ്പോഴും ഇരട്ടപ്പറ്റ മക്കളെ പോലെ രണ്ടുപേരും ഒന്നിച്ചേ നടക്കുള്ളായിരുന്നു. മാമ്പലത്തെ സത്യപാലിൻ്റെ വീട്ടിൽ നടരാജനെയും കൂട്ടി വയ്പ്പന എത്തി. വൈകുന്നേരമാണ് സത്യപാൽ മരിച്ചത്. മുറ്റത്ത് കസേരകളിൽ ടി വാസുദേവൻ, KS സേതുമാധവൻ, പിന്നെ രാമു കാര്യാട്ട്, മധുസാറ് മുതലായവരൊക്കെ ഇരിപ്പുണ്ട്. കൂട്ടത്തിൽ തിരുവനന്തപുരത്തെ പ്രശസ്തനായ ഒരു നിർമ്മാതാവിനൊപ്പം എന്ത് ഹീനകൃത്യം നടത്താനും മടിയില്ലാത്ത അനിയൻ എന്ന ചട്ടമ്പിയുണ്ട്. നിരന്തരമായി പുതുപ്പണക്കാരനായ നിർമ്മാതാവ് കോടമ്പകത്ത് കാട്ടിക്കൂട്ടുന്ന പോക്കൃത്തരങ്ങൾ വയ്പ്പന അക്കാലത്ത് നാനിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു.
ഒരു മതിലിൽ ചാരി നിന്ന വൈപ്പനയുടെ മുന്നിലേക്ക് ഈ പറഞ്ഞ ചട്ടമ്പി അനിയൻ എന്ന് പറഞ്ഞ ആൾ വന്നു. നീ ഇവിടുന്ന് ഉടനെ പൊയ്ക്കൊള്ളണം, ഇല്ലെങ്കിൽ നിൻ്റെ തടി കേടാവും എന്ന് ഒരു മടിയുമില്ലാതെ ഈ അനിയൻ എന്ന് പറഞ്ഞ ആൾ വൈപ്പനയോട് പറഞ്ഞു. ഇത് കേട്ട് അടുത്തിരുന്ന ആൾ കേട്ടോണ്ടിരിക്കരുത്. ആര്? KS സേതുമാധവൻ, സംവിധായകൻ. അദ്ദേഹം സ്ഥലം പന്തിയല്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അപ്പം തന്നെ എണീറ്റ് സ്ഥലം വിട്ടു, വീട്ടിലേക്ക് പോക്കളഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഈ എല്ലാ പോക്കൃത്തനങ്ങളും കാണിക്കുമെന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുകാരനായ നിർമ്മാതാവ് പുത്തൻ പണക്കാരൻ വൈപ്പനയുടെ അടുത്തെത്തി. നിന്നോട് പോകാൻ പറഞ്ഞതല്ലേ, നിന്നാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. വൈപ്പന നേരെ അപ്പുറത്തിരുന്ന ടി വാസുദേവൻ്റെ അടുത്തെത്തി ചെവിയിൽ പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നത് മലയാള ചലച്ചിത്ര പരിഷത്ത് പ്രസിഡൻറ്റിനോടാണ്. ഞാനിവിടെ നിൽക്കരുതെന്ന് തിരുവനന്തപുരത്തുകാരൻ ചട്ടമ്പി നിർമ്മാതാവ് പറയുന്നു. ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ ടി വാസുദേവനോട് മധു വൈപ്പന സംസാരിക്കുമ്പോൾ തൊട്ടടുത്ത് മധു സാർ ഇരിക്കുകയാണ്, നമ്മുടെ നാടൻ മധു സാർ. അദ്ദേഹം അത് കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രതികരണവും അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല. പക്ഷേ ടി വാസുദേവ സാർ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു, മധു ഇപ്പോൾ പോകരുത് എന്ന് പറഞ്ഞു. അതായത് വൈപ്പനോട് പറയണം, മധു ഇപ്പോൾ പോകരുത് എന്ന് പറഞ്ഞു. വൈപ്പന പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ അനിയൻ എന്ന് പറഞ്ഞ ചട്ടമ്പി പുറത്തിറങ്ങി എവിടെയോ പോയി ഒരു 6-7 പേരെ കൊണ്ടുവന്നു കാറിൽ. എന്നിട്ട് വൈപ്പന നിൽക്കുന്നതിൻ്റെ പുറകിലായിട്ട് റോഡിൽ നിരത്തി നിർത്തി. വൈപ്പന കാണുന്നുണ്ടത്. ടി വാസുദേവനും ഈ കാഴ്ച കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പ്രതികരിക്കുന്നില്ല. വൈപ്പന എണീറ്റ് നേരെ രാമു കാര്യാട്ടിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നെ തല്ലാനായി ആളുകളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്ന് രാമു കാര്യാട്ടിനോട് ചോദിച്ചു. ഈ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടി വാസുദേവനോട് പറഞ്ഞതും രാമു കാര്യാട്ടിനോട് പറയുന്നതും മധു സാർ കേൾക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇവിടുത്തുകാരനല്ല എന്നുള്ള രീതിയിൽ മിണ്ടാതിരുന്നു. കാര്യാട്ട് കസേരയിൽ നിന്നും എണീറ്റു. വൈപ്പനയുടെ കഴുത്തിലൂടെ കൈയിട്ട് ചുറ്റി ചേർത്ത് പിടിച്ച് ഗേറ്റിന് പുറത്തേക്ക് നടന്നു. ഈ കാഴ്ച കണ്ട് നേരത്തെ പറഞ്ഞ ചട്ടമ്പിമാർ ഒന്ന് മിഴിച്ചു നിന്നു. കാരണം ഈ ചട്ടമ്പിമാർ കാര്യാട്ടിനും വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളാണ്. മധുസാറിനും വളരെ അടുപ്പമുള്ളവരാണ് ഈ അനിയൻ എന്നൊക്കെ പറഞ്ഞവർ. അവർ നോക്കുമ്പോൾ പരുന്ത് കോഴിക്കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ട് പോകുമ്പോൾ അല്ലേ, മധുവൈപ്പന ആൾ കൊച്ചല്ലേ, മധുവൈപ്പനയുടെ കഴുത്തിലൂടെ ചുറ്റി കൈയിട്ട് കൂട്ടുകാരെ പോലെ കൈയിട്ട് രാമു കാര്യാട്ട് എന്താ പറയുക റോഡിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നടരാജനുമായിട്ട് കാറിലാണ് വന്നത് വൈപ്പന. നടരാജൻ തൻ്റെ കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. വൈപ്പന കാറിലേക്ക് കയറി. കാര്യാട്ട് കൈവീശി കാണിച്ച് യാത്രയാക്കി. ഒരു പുല്ലും ഇവിടെ ഉള്ള ഒരുത്തനും നിന്നെ ചെയ്യില്ല, കാരണം കാര്യായിട്ടാണ് ഈ കൊണ്ടുവന്ന് കാറിലാക്കുന്നതെന്നുള്ള രീതിയിൽ കൈ കാണിച്ച് വിട്ടു. എൻ്റെ മുന്നിൽ കാര്യാട്ട് അതിമാനുഷ്യനായി മാറി എന്നാണ് വൈപ്പന പറയുന്നത്. ആ സീൻ മരിക്കും വരെ ഞാൻ ജീവിതത്തിൽ മറക്കില്ല എന്നും വൈപ്പന പറയുമായിരുന്നു. പാവം, ഈ അടുത്ത കാലത്താണല്ലോ വൈപ്പന മരിച്ചത്. സ്വന്തം സ്നേഹിതരെയും സംഘത്തിൽപ്പെട്ടവരെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പാവം പത്രപ്രവർത്തനൊപ്പം രാമു കാര്യാട്ട് നിന്നത്. വൈപ്പനയുടെ പത്രപ്രവർത്തനം ഇഷ്ടമായതിനാലാണോ, ഒരിക്കൽ താനും പത്രപ്രവർത്തകനായിരുന്നു എന്നതിലാണോ, നന്നായി വായിക്കുന്ന സിനിമാക്കാരൻ ആയതിനാലാണോ തന്നെ രക്ഷിച്ചതെന്ന് മരിക്കും വരെ വൈപ്പന ആലോചിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഉത്തരം കിട്ടിയില്ല. 1976 75 മുതൽ അടിയന്തരാവസ്ഥയാണല്ലോ. അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന കാലം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആ വർഷം കോട്ടയത്ത് വെച്ചാണ് കൊടുക്കുന്നത്. അക്കൊല്ലം രാമു കാര്യാട്ടിൻ്റെ ശിഷ്യന്മാരാണ് പ്രധാന അവാർഡുകൾ മുഴുവൻ തൂത്തുവാരിയത്. മികച്ച ചിത്രം സ്വപ്നാടനം, സംവിധാനം കാര്യാട്ടിൻ്റെ ശിഷ്യൻ KG ജോർജ്. മികച്ച രണ്ടാമത്തെ ചിത്രം കബനി നദി ചുവന്നപ്പോൾ, സംവിധാനം PA ബക്കർ, രാമു കാര്യാട്ടിൻ്റെ ശിഷ്യൻ. മികച്ച സംവിധായകൻ PA ബക്കർ, കബനി നദി ചുവന്നപ്പോൾ, രാമു കാര്യാട്ടിൻ്റെ ശിഷ്യൻ. മികച്ച നടി റാണി ചന്ദ്ര, സ്വപ്നാടനം. മികച്ച രണ്ടാമത്തെ നടൻ MG സോമൻ, സ്വപ്നാടനം. മികച്ച രണ്ടാമത്തെ നടി മല്ലിക, സ്വപ്നാടനം. സംഭാഷണ രചയിതാവ് പമ്മൻ KG ജോർജ്, ചിത്രം സ്വപ്നാടനം. സംഗീത സംവിധാനം ഭാസ്കർ ചന്ദ്രവർക്കർ, സ്വപ്നാടനം. രാമു കാര്യാട്ട് വലിയ സന്തോഷത്തിലും അഭിമാനത്തിലുമായിരുന്നു. എൻ്റെ ശിഷ്യന്മാരിങ്ങനെ സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയല്ലോ എന്നുള്ളതുകൊണ്ട്. രാമു കാര്യാട്ട്, KG ജോർജ്, PA ബക്കർ, അന്ന് മാൽക്ക എന്ന് പറഞ്ഞ് മലയാള സിനിമയ്ക്കൊരു സംഘടന ഉണ്ടായിരുന്നു, നസീർ സാറൊക്കെയുള്ള മാൽക്ക. അതിൻ്റെ ജനറൽ സെക്രട്ടറി നല്ല മനുഷ്യനായിരുന്നു, സുരാസു. അപ്പോൾ രാമു കാര്യാട്ടും KG ജോർജും ബക്കറും മാൽക്കയുടെ സെക്രട്ടറി ആയിരുന്നു സുരാസുവും സ്റ്റേഡിയത്തിലെത്തി കോട്ടയത്ത്. 4 പേരും നന്നായിട്ട് മദ്യപിച്ച് ആടിച്ച് പൂക്കുറ്റിയായിട്ടാണ് സ്റ്റേഡിയത്തിലെത്തിയത്. അന്ന്
സാംസ്കാരിക വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു കെ കരുണാകരൻ. കരുണാകരൻ സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ സുരാസു കരുണാകരനെ തടഞ്ഞു. നിങ്ങളല്ലേ ഇവിടുത്തെ ചെറുപ്പക്കാരെ ഉരുട്ടിയൊക്കെ കൊല്ലുന്നത് എന്ന് പരസ്യമായി ചോദിച്ചു കരുണാകരനോട്. ആലോചിച്ച് നോക്കുക, ചങ്കൂറ്റം ആലോചിച്ച് നോക്കൂ. ഇവിടെ രാജനെയൊക്കെ പോലുള്ളവരെ ഉരുട്ടി കൊന്നിട്ട് ശവശരീരം പോലും പുറത്തു കൊടുക്കാത്ത സമയത്ത് അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയേക്കാൾ അപ്പർ ചീഫ് മിനിസ്റ്ററായിട്ട് കളിക്കുന്ന കെ കരുണാകരൻ അവാർഡ് കൊടുക്കാനായിട്ട് കടന്നു വരുമ്പോൾ സുരാസ് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാരെ ഉരുട്ടിയൊക്കെയല്ലേ കൊല്ലുന്നത് എന്ന് ചോദിച്ചു. അമിത അധികാരം കൈയാളുക വഴി കരുണാകരൻ കുപ്രസിദ്ധി നേടിയിരുന്ന കാലമാണല്ലോ അടിയന്തരാവസ്ഥ കാലം. മുഖ്യമന്ത്രി അച്യുത മേനോനാണ്. ഇവിടെ എന്ത് നടക്കുന്നു എന്നറിയാത്ത മുഖ്യമന്ത്രിയായിരുന്നു അച്യുത മേനോൻ. സെക്യൂരിറ്റിയായി നിന്നിരുന്ന പോലീസ് സൂപ്രണ്ട് സുരാസുവിൻ്റെ കോളറിൽ പിടിച്ച് വലിച്ചു. കരുണാകരൻ്റെ മുന്നിൽ ചെന്ന് തടഞ്ഞതല്ലേ പറയണം. അപ്പോൾ പുറകെ വന്നുകൊണ്ട് പോലീസ് സൂപ്രണ്ട് ഉടുപ്പിൽ പിടിച്ച് വലിച്ചു സുരാസുവിൻ്റെ. അയാൾക്കറിയില്ലല്ലോ ഈ പിച്ചക്കാരനെ പോലെ നിൽക്കുന്ന ആൾ സുരാസു ആണെന്ന്, അല്ലെങ്കിൽ സുരാസു എന്ന് പറഞ്ഞാൽ ആരെന്നറിയണ്ടേ. ഇത് കണ്ട രാമു കാര്യാട്ട് എസ് പിയുടെ കൈക്ക് ഒരു തട്ട് വെച്ച് കൊടുത്തു. ഒറ്റ തട്ട് കെട്ടി കൊടുത്തു. ആഞ്ഞ ഒരു തട്ടെന്ന് തന്നെ പറയണം. സൂപ്രണ്ടിൻ്റെ കൈ തെറിച്ചു പോയി. കാര്യാട്ട് സുരാസുവിനെയും പിടിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാത്ത പോലെ അകത്തേക്ക് കയറിപ്പോയി. എന്തും സംഭവിക്കാം. എല്ലാവരും അന്തം വിട്ടു നിന്നു. കാര്യാട്ടിനെ മനസ്സിലാക്കിയ എസ് പി അന്താളിച്ചു. കരുണാകരനും മിണ്ടാട്ടമില്ല. രാമു കാര്യാട്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്, രാമു കാര്യാട്ടാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന എന്താ പറയുക ചിന്ത കൊണ്ടാണ് കരുണാകരനൊന്നും മിണ്ടാൻ പറ്റാത്തത്. കാരണം രാമു കാര്യാട്ടും തൃശ്ശൂരുകാരനാണല്ലോ. മാളയിലല്ലേ കരുണാകരൻ്റെ തട്ടകം. കളിച്ചാൽ ചിലപ്പോൾ അത് വിവരമറിയും എന്ന് കരുണാകരന് തോന്നിയിരിക്കാം. അല്ലെങ്കിൽ അപ്പം പൊക്കിയനല്ലോ, വേറെ ആരാണെങ്കിലും അപ്പം പൊക്കും. പക്ഷേ രാമു കാര്യാട്ടാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് കരുണാകരന് മനസ്സിലായി. അതാണ് രാമു കാര്യാട്ടിൻ്റെ വ്യക്തിത്വം. കാലുറയ്ക്കാത്ത കലാകാരന്മാർ എന്ന ഹെഡിങ്ങിലായിരുന്നു ആ വാർത്ത പിറ്റേന്ന് പത്രങ്ങളിൽ സ്ഥലം പിടിച്ചത്. പക്ഷേ അതൊന്നും രാമു കാര്യാട്ടിനെ ബാധിച്ചില്ല. കാരണം മലയാള സിനിമയിലെ വടവൃക്ഷമായിരുന്നു രാമു കാര്യാട്ട്. അങ്ങനെയുള്ളവർ ഇല്ല ഇപ്പോൾ മലയാള സിനിമയിൽ. ഇങ്ങനെ വ്യക്തിത്വമുള്ള ആളുകളില്ല. അതാണ് പ്രശ്നം. സുരാസു കരുണാകരനെ തടയുമ്പോൾ പോലീസുകാർ പിടിച്ചോണ്ടെങ്കിൽ പോട്ടെന്നല്ലേ മറ്റുള്ളവർ വയ്ക്കൂ. ഇപ്പം മധുവൈപ്പനെയും മദ്രാസിൽ സത്യപാൽ മരിച്ചെടുത്ത് വെച്ച് ഞാൻ പറഞ്ഞില്ലേ, സേതുവാദ സാറും മധു സാറും ഒക്കെ കാണിച്ചവയല്ല. പക്ഷേ രാമു കാര്യാട്ട് അത്തരക്കാരനായിരുന്നില്ല. ഇനിയിപ്പോൾ തൂക്കിക്കൊണ്ട് പോകണമെങ്കിൽ തന്നെ ഒരു 5 പോലീസുകാരൊന്നും വന്നാൽ രാമു കാര്യാട്ടിനെ തൂക്കാൻ പറ്റില്ല. ആചാരം ബാഹുവായതുകൊണ്ട്. എന്തായാലും കരുണാകരന് മനസ്സിലായി കാര്യാട്ടല്ലേ നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട എന്ന് വെച്ചു. അങ്ങനെയാണ് സുരാസിനെയും കൊണ്ട് കാര്യാട്ട് പോയത്. ആ അനശ്വര കലാകാരന്, മനുഷ്യപ്പറ്റുള്ള സംവിധായകന്, സിനിമയിലില്ലാത്ത ക്വാളിറ്റിയാണതൊക്കെ. ആ അനശ്വര എന്താ പറയുക, ചെമ്മീൻ പോലുള്ള എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമ നമുക്ക് സമ്മാനിച്ച രാമു കാര്യാട്ടിൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.